എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ സന്തോഷ്. എന്നെ ഒട്ടുമിക്ക പേർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പരിചയപ്പെടുത്താം. എൻ്റെ പേര് സന്തോഷ്. ഞാൻ തിരുവല്ല KSRTCയിൽ ജോലി ചെയ്യുന്നു. ഞാൻ പലതവണ കൂട്ടുകാർക്ക് വേണ്ടി ലൈവിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ റെക്കോർഡ് വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലുണ്ടായ എൻ്റെ ഒരു അനുഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു അപകടം ഒഴിവാക്കി വിട്ടതിൻ്റെ സംഭവമാണ് ഇവിടെ പറയുന്നത്. നിസ്സാര കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒരു അപകടം ഒഴിവാകുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. പത്തനംതിട്ട നമ്മുടെ ടൗണിലെ സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിട്ട് ആളിറങ്ങി കഴിഞ്ഞ് ഞാൻ കണ്ടക്ടർ ബില്ല് വന്നു. ഞാൻ വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്ത ഉടനെ തന്നെ എൻ്റെ കോർണർ ഗ്ലാസിൻ്റെ ഭാഗത്തായിട്ട് അസാധാരണമായി എന്തോ നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഫുഡ്സ് നോക്കി മനസ്സിലായ ഒരു സ്ത്രീയാണ്. ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാവും, ഉറപ്പാണ്. എനിക്കവരെ കാണാൻ പറ്റില്ല. എന്താ കാണാൻ പറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്ത്രീ നിന്നിരുന്നത് ബസ്സിൻ്റെ ബ്ലൈൻഡ് പോയിന്റിലാണ്. എന്താണ് ഈ ബ്ലൈൻഡ് പോയിന്റ്? ഡ്രൈവർക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട്. അതാണ് ബ്ലൈൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ, സൈഡ് റിയർ വ്യൂ മിറർ, ഫ്രണ്ടിലെ വിൻഡ് ഗ്ലാസ്, ഇതൊഴിവാക്കി ബാക്കി ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ബ്ലൈൻഡാണ്. നേരെ മുൻഭാഗവും ബ്ലൈൻഡ് പോയിന്റാണ്. നേരെ മുൻഭാഗം ബസ്സിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് കാണാൻ കഴിയുന്നു വരില്ല. അപ്പോൾ നമ്മൾ ഈ അപകടം ഉണ്ടാവാതിരിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇത് എന്നോട് പറയും. ഒന്ന്, നമ്മൾ ബസ്സിൽ നിന്നിറങ്ങിയാൽ ബസ്സിനോട് ചേർന്ന് ക്രോസ് ചെയ്യരുത്. ക്രോസ് ചെയ്ത് തിരക്കുള്ള റോഡാണെങ്കിൽ നമുക്ക് ആ ബസ്സിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് ഒരു സന്ദർഭം ഉണ്ടാകും. അപ്പോൾ അത് ബസ് ഡ്രൈവർ നമ്മളെ കണ്ടെന്ന് വരില്ല. അത് അപകടം ഉണ്ടാകും. അങ്ങനെ പല അപകടങ്ങളും ഉണ്ടായത് ഫേസ്ബുക്കിൽ ഇതുപോലെ വീഡിയോ അതിലേക്ക് വന്നിട്ടുമുണ്ട്. വാട്സപ്പിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിന് മുൻഭാഗത്ത് ഒരു 3 മീറ്റർ മുൻപിലായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുക. 3 മീറ്റർ അല്ലെങ്കിൽ ഒരു ശക്കലം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവനാണ് ഒരു പക്ഷെ നമുക്ക് ഒരു അപകടം ഒഴിവായി നമ്മുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മൾ ബസ്സിനോട് ചേർന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ, അതായത് കോട്ടയം സ്റ്റാൻഡ് പോലുള്ള സ്റ്റാൻഡുകളിൽ ബസ്സുകൾ പിന്നെ ക്യൂ ആയിട്ട് നിൽക്കും. അപ്പം ബസ്സിനോട് ചേർന്നായിരിക്കും. അപ്പോൾ ഡെസ്റ്റിനേഷൻ ബോർഡ് വെച്ച് മറ്റ് ബസ്സുകൾ കാണുന്നതിന് വേണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ബസ്സിനോട് ചേർന്ന് തന്നെ നമ്മൾ ക്രോസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെയും ഡ്രൈവർ കാണാതിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ, ആ അപകടം ഒഴിവാക്കാൻ നമ്മുടെ ഏതെങ്കിലും ഒരു കൈ, നമുക്കപ്പോൾ ബസ്സിനോട് ചേർന്നായിരിക്കും പോകേണ്ടതായി വരിക, ഏതെങ്കിലും ഒരു കൈ നമ്മൾ ഉയർത്തിപ്പിടിക്കുക. അതായത് ഡ്രൈവർക്ക് ഒരു സിഗ്നലാണ്, ആൾ ക്രോസ് ഒരു സിഗ്നലാണ്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്തിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു വളരെ വലിയ അപകടവും സങ്കടകരമായ ഒരു അവസ്ഥയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് പറയാനുള്ള കാര്യം, അന്നത്തെ ആ സംഭവം ഒഴിവാക്കി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് എനിക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ സന്ദേശം അല്ലെങ്കിൽ എൻ്റെ ഈ നിർദ്ദേശം നിങ്ങൾ കൂട്ടുകാരിലേക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടവരാണ്. അപ്പോൾ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ ഈ അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മാക്സിമം ഇത് ഷെയർ ചെയ്യുക, എല്ലാവരെയും അറിയിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ഞാൻ ഇനിയും വരാം. അതുവരെ നന്ദി.